മോചനം തന്നെയാണ്, റിക്കവറി തന്നെയാണ്. അതിനുശേഷം യൂണിറ്റി, അതിനുശേഷം സർവീസ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഏതൊരു മൈക്ക് ഓൺ ആണോ? ഒന്ന് മ്യൂട്ട് ചെയ്യോ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ റിക്കവറി ഇല്ലാതെ യൂണിറ്റി ഇല്ല, റിക്കവറി ഇല്ലാതെ സർവീസും ഇല്ല എന്ന് പറയാം. റിക്കവറി ഇല്ലാത്ത യൂണിറ്റി നമ്മൾ കണ്ടിട്ടുള്ളത് ബാറിലാണ്, കുടിച്ചുകൊണ്ടുള്ള നമ്മളെ സൗഹൃദങ്ങളും അതും ഇതൊക്കെ. റിക്കവറി ഇല്ലാതെ ഒരാൾക്ക് മറ്റൊരാൾക്ക് റിക്കവറി പകർന്നു കൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ സർവീസും സാധ്യമല്ല. റിക്കവറി തന്നെയാണ് ഫസ്റ്റ്. റിക്കവറി കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ റിക്കവറിയുടെ പുരോഗമന സ്ഥിതിയിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കലിന്റെ അത്യാവശ്യതയെക്കുറിച്ച് മനസ്സിലാവും. ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനും പറ്റാത്തൊരു പദ്ധതിയാണെന്ന് തിരിച്ചറിയും. എൻ്റെ ബുദ്ധി കൊണ്ടോ, എൻ്റെ മാത്രം ശക്തി കൊണ്ടോ, എൻ്റെ മാത്രം അറിവ് കൊണ്ടോ ഇത് ശീലിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സാധിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാവും. കൂട്ടായ്മയെക്കുറിച്ച് ആഴത്തിൽ അറിയും. കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി ഐക്യമായിട്ടുള്ള ഒരു ഒത്തുചേരൽ, കൂട്ടിപ്പിടുത്തമൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കും. അതിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് സേവനം വരുന്നത്. നമുക്ക് രക്ഷപ്പെടലിന്, റിക്കവറിക്ക് 12 പടികളുണ്ട്. യൂണിറ്റി, ഐക്യത്തിനായിട്ട് നമുക്ക് 12 പാരമ്പര്യങ്ങളുണ്ട്. സേവനത്തിനായി നമുക്ക് 12 സങ്കല്പങ്ങളുണ്ട്. 12 കൺസെപ്റ്റ് ഫോർ ദ വേൾഡ് സർവീസ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ധാരാളം കണക്റ്റീവായിട്ടുള്ള ലേഖനങ്ങളും പാംലെറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പൊ ഞാൻ എന്തായാലും കൺസെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണില്ല. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കതൊന്നും കവർ ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും പൊതുവില് സേവനത്തെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഉദാത്തമായ സേവനം 12 പടിയാണ്. നമുക്കൊരു പണം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പണം കൊടുക്കാം, അല്ലെങ്കിൽ കുറെ പണം നൽകി സഹായിക്കാം. വീടുണ്ടെങ്കിൽ അയാൾക്ക് പാർപ്പിടം ഒരുക്കി സഹായിക്കാം. ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം മറ്റൊരാൾക്ക് നൽകി വിശപ്പടക്കാം. നമ്മളോ നമ്മളുടെ പൂർവികരൊക്കെ സമ്പാദിച്ചു കൂട്ടി എന്തും ഇത്തരത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുത്ത് സഹായിക്കാം, ചാരിറ്റി ചെയ്യാം. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന സഹായം അല്ലെങ്കിൽ സേവനം മറ്റൊരു രീതിയിലാണ്. ഒരുപക്ഷെ ആത്മീയതയുടെയൊക്കെ ഏറ്റവും മുകൾ തട്ടിലെത്തി നിൽക്കുമ്പോൾ മാത്രം അനുഭവവേദ്യമാകുന്ന ഒരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പഴമക്കാര്, അല്ലെങ്കിൽ ഒരു പഴമക്കാരനായിരുന്ന എൻ്റെ കോഴിക്കോടുള്ള പഴയ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റും അവനവനും മറ്റും സമ്പാദിച്ചു വെച്ചിട്ടുള്ളതിൽ നിന്നും എടുത്തു കൊടുക്കലല്ല ആൽക്കഹോളിക്സ് അനോണിമസ് ആവശ്യപ്പെടുന്നത്. അവനവനെ തന്നെ സമർപ്പിക്കലാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൊടുക്കാൻ കഴിയോ? മറ്റൊരാൾ രക്ഷപ്പെട്ടേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് തുറന്ന് അയാളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കൂ, ഒരുപക്ഷെ അയാൾ രക്ഷപ്പെട്ടേക്കാം. ഏറ്റവും ഉദാത്തമായ ഒരു സേവനത്തെക്കുറിച്ച് തന്നെയാണ് 12 പടി പറയുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, എനിക്ക് തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഭൂതകാലം, ആ ഭൂതകാലത്തിൽ ഏറ്റവും നിറം മങ്ങിയതെന്നല്ല, തകർന്നടിഞ്ഞ അനുഭവങ്ങൾ ഇതെവിടെ കൊണ്ട് കളയും? ഇങ്ങനൊരു മനുഷ്യനായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് വെളിച്ചത്തിലേക്ക് വരും എന്നുള്ള ആശങ്കകൾക്കുള്ള മറുപടിയായിരുന്നു 12 പടി. എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ മറ്റൊരു മദ്യാസക്തന് ജീവൻ നൽകുന്ന മന്ത്രങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസ്. അയാൾക്ക് ജീവനും അയാളുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ജീവിതവും ഒക്കെ നൽകുന്ന മന്ത്രങ്ങളാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. അതിനെയാണ് ഞാൻ ഭയപ്പാടോടുകൂടി, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അറപ്പോടുകൂടി, വെറുപ്പോടുകൂടി ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തൊരു സാധനമായിട്ട് വലിച്ചെറിയാൻ സ്ഥലം അന്വേഷിച്ചത്.
അപ്പോ കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു അത് ഇങ്ങനെയുള്ളൊരു ജീവൻ രക്ഷിക്കുന്ന മന്ത്രമാണ്. അപ്പൊ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ഐക്യത്തോടെയുള്ള നിലനിൽപ്പിന്റെ ആവശ്യം വന്നു. ഞാൻ ഒറ്റയ്ക്ക് നടക്കാത്ത പരിപാടിയാണ്. കൂട്ടായിട്ടുള്ള ഒരു രീതിക്ക് മാത്രമേ എന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പോ സത്യത്തില് പഴമക്കാരായിട്ട് സേവനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നവരൊക്കെ എറിഞ്ഞു തന്നൊരു ചോദ്യമുണ്ട്. എന്താന്ന് വെച്ചാല് എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ കഴിയും ഒരാൾക്ക്? ഞാൻ ഒരാളെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ കഴിയും? ഞാൻ 1998 ആൽക്കഹോളിക്സ് അനോണിമസിലെത്തുന്നത്. അക്കാലത്ത് മൊത്തം കേരളത്തിൽ ഒരു 7 ഗ്രൂപ്പ് ഉണ്ടാവും. കോഴിക്കോടും ആന്ധ്രാപ്രദേശും ഒക്കെ കൂടെ വയനാടും കൂടെ ചേർത്തപ്പോ 4 ഗ്രൂപ്പുകൾ ഉണ്ടാവും, 4 5. അപ്പൊ ഒരാൾക്ക് സന്ദേശം കൊടുക്കുമ്പോൾ എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ സാധിക്കും? എത്രത്തോളം മദ്യാസക്തർ രാജ്യത്തല്ല, നമ്മുടെ ഈ കേരളത്തിലല്ല, ഈ കോഴിക്കോട് ചെറിയ ജില്ലയ്ക്കുള്ളിലുണ്ട്? കണക്കുകളൊക്കെ സവിസ്താരം വരുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം ലക്ഷക്കണക്കിനെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും അന്നും ഉണ്ട്. എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ സാധിക്കും ഒരാൾക്ക് എന്നുള്ളൊരു ചോദ്യം എനിക്ക് നേരെ നീട്ടിയ പഴമക്കാരൻ തന്നെ പറഞ്ഞു. സന്ദേശം മെസ്സേജ് അറ്റ് ലാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സന്ദേശം പൊതുവായി നമ്മൾക്ക് അനേകം പേരിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രക്രിയ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അനേകം പേര് മദ്യാസക്തി കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഈ കൂട്ടായ്മ മനസ്സിലാക്കാതെ മരിച്ചു വീഴും. അപ്പൊ അത്തരം ഒരു ചിന്തയൊന്നും അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തലയിൽ എനിക്ക് കടന്നിട്ടില്ലായിരുന്നു. ആ സമയത്താണ് മെസ്സേജ് അറ്റ് ലാർജ് എന്നുള്ളത്. എന്റെ പഴമക്കാരൊക്കെ അതിനെ രസകരമായി മലയാളത്തിൽ സന്ദേശം സമൂഹത്തിലേക്ക് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് അതിന്റെ പല മലയാള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പബ്ലിക് ഇൻഫർമേഷനും 12ാം പടിയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പേഴ്സണൽ ഷെയറിങ്ങിലൂടെ ഒരു മദ്യാസക്തൻ, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തൻ, സ്റ്റിൽ സഫറിങ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിനോട് അയാളുടെ ജീവിത കഥ ഷെയർ ചെയ്യുന്നതിലൂടെ, അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നതിലൂടെ അയാളെ റിക്കവറിയിലേക്ക് കൊണ്ടുവരുന്ന അതേ രീതി തന്നെയായിരുന്നു പബ്ലിക് ഇൻഫർമേഷനും അന്ന് മനസ്സിലാക്കാതെ അനുവർത്തിച്ചു പോകും. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിനോട് സ്വന്തം കഥ ഉച്ചത്തിൽ വിളിച്ചു പറയുക, അതാണ് പബ്ലിക് ഇൻഫർമേഷൻ എന്നൊക്കെ ആയിരുന്നു അന്ന് ധരിച്ചിരുന്നത്. തിരുത്താനും തിരുത്തപ്പെടാനും ഒക്കെ വലിയ അറിവുകൾ കൈമാറി കിട്ടാത്ത കാലമായതുകൊണ്ട് തന്നെ കുറെ കാലമൊക്കെ അങ്ങനെ തന്നെ പോയി. പക്ഷേ പിൻകാലത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു 12ാം പടി പ്രവർത്തനവും പബ്ലിക് ഇൻഫർമേഷനും, 12ാം പടി പ്രവർത്തനവും സേവനവും ഒക്കെ രണ്ടാണ് എന്നുള്ളത്. ഈ മനസ്സിലാക്കലിനിടയിലൂടെ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അതിന് മറുപടി കിട്ടി. ഞാനില്ലെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസ് നിലനിൽക്കണം. ഞാനിതില്ലാതെ നേരെ പോയി കുടിക്കാനൊന്നും പോകണില്ല. പക്ഷേ കുടിക്കാതെയുള്ള ഈ യാത്രയിൽ തന്നെ അനിവാര്യമായിട്ടുള്ള എൻ്റെ എല്ലാവർക്കും കാത്തിരിക്കുന്ന വിധി എനിക്കുണ്ട്, മരണം. അതിനപ്പുറവും ആൽക്കഹോളിക്സ് അനോണിമസ് നിലനിൽക്കണം എന്നതിന്റെ സഹസ്ഥാപകർ വിചാരിച്ചത് കൊണ്ടാണ് സേവനം എന്നുള്ള കാര്യം ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ മദ്യമില്ലാതെ ജീവനോട് ബാക്കിയായത്. ലോക സേവനത്തിലായിട്ടുള്ള 12 സങ്കല്പങ്ങളും അതിന്റെ മറ്റു പല ഘടകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതും, അല്ലെങ്കിൽ അക്കാലത്ത് അത്രയും കഷ്ടപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ചെയ്തു വെച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഇത് പറയാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ഇന്ന് ഒരുപക്ഷെ ഈ റൂമിൽ ഒരു 21 പേര് ബാക്കിയുണ്ട് നമ്മൾ. അപ്പൊ ഇത് ഞാൻ കരുതിയത് എനിക്ക് വേണ്ടിയാണ്. അതൊരു സത്യമാണ്, മനസ്സിലായി. മറ്റൊന്ന് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ സമൂഹത്തിലുള്ള കുറെ ആൾക്കാരെ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി.
പക്ഷെ അതിനൊക്കെ എനിക്ക് വളരെ ഭംഗിയായിട്ടൊരു മറുപടി ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എയുടെ തത്വത്തിൽ അത് ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണെങ്കിലും പുറത്ത് മെഡിക്കൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു പ്രധാന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹെറിഡിറ്ററി ആണെന്നുള്ള കാര്യം വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാരമ്പര്യം ആണ്, അല്ലെങ്കിൽ ആവാം. ഒരുപക്ഷെ മക്കളോ മക്കൾക്കോ വരാം. ഒരുപക്ഷെ മക്കള് കല്യാണം കഴിച്ചു, പെൺകുട്ടികളാണ് കല്യാണം കഴിക്കുന്ന ഭർത്താവിന് വരാം. ആൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ കുടിക്കുന്ന പെൺകുട്ടികളുണ്ട്, ധാരാളം വരാം. എന്റെ കുടുംബത്തിൽ എങ്ങനെയായാലും ഒരു ആൽക്കഹോളിക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് കയറിയിരിക്കാൻ വേണ്ടി എന്റെ കാലം കഴിഞ്ഞും ആൽക്കഹോളിക്സ് അനോണിമസ് അവശേഷിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയാണ്. അല്ലാതെ ലോകത്തുള്ള ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ് എന്നുള്ള ചിന്ത വെടിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിലേക്കും ഒരു പക്ഷേ ആവശ്യം വന്നേക്കാം, ഇത് നിലനിൽക്കണം എന്നുള്ള ചിന്തയാണ് ഈ സേവനത്തിലേക്ക് ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ സേവനത്തിലേക്ക് ഒരു എടുത്തുചാട്ടം സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഷെയറിങ്ങിൽ കേട്ടിട്ടുണ്ട് 12ാം പടിയിൽ നിന്നും മാറി നിൽക്കുന്നവർ, അല്ലെങ്കിൽ 12ാം പടി എനിക്ക് പറ്റിയതല്ല, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ സന്ദേശം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ കുടുംബത്തിൽ ആരെങ്കിലും, വളരെ അടുത്ത ഒരു ബ്ലഡ് റിലേഷനിൽ ആരെങ്കിലും ഈ മാരകമായിട്ടുള്ള ഈ ആൽക്കഹോളിസം രോഗം ബാധിച്ചു പെടയുമ്പം മാത്രമേ അയാൾ മനസ്സിലാക്കൂ 12ാം പടിയുടെ പ്രസക്തി, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കും എന്ന് ഞാൻ ഷെയറിങ്ങിൽ കേട്ടിട്ടുണ്ട്. പല ഷെയറിങ്ങുകളും കേൾക്കുന്നതിനൊപ്പം മാറ്റങ്ങൾ വരുത്തേണ്ട, അവനവന്റെ മാറ്റം വരുത്തേണ്ട കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവരൊക്കെ പറയുന്ന ഒരു പ്രവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ദുരന്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിലൊന്ന് തന്നെയാണ് തുടക്കം. ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ഗ്രൂപ്പിൽ സെക്രട്ടറി ആവാം. സുഹൃത്ത്? ഞാൻ പറഞ്ഞ അയക്കാം, എനിക്കും തോന്നി കുഴപ്പമൊന്നുമില്ല, 2 പെണ്ണൊക്കെ കുത്തി എവിടെയൊക്കെ ഒപ്പിടേണ്ടതും ഒക്കെ നോക്കി വലിയൊരു ലെഡ്ജർ ബുക്കും അതൊക്കെ എടുത്ത് ശരിയാക്കി ഒക്കെ നടന്നാൽ മതി എന്നായിരുന്നു എന്റെ തോന്നല്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആ സുഹൃത്ത് പറഞ്ഞു, വൈകുന്നേരം 6:30 മണിയാകുമ്പോൾ ഇത് തുറന്നു വയ്ക്കണം, 6 മണിക്ക് വരണം, 6:30 മീറ്റിംഗ്, തുറന്നു വയ്ക്കണം, അടിച്ചു വരണം, ചൂലൊക്കെ ഉണ്ട്, അടിച്ചു വരണം, ചെറിയൊരു പാത്രമുണ്ട്, അത് ഇതിന്റെ ഇടവേളകളിൽ പോയിട്ട് ചായ വാങ്ങിക്കൊണ്ടുവരണം എല്ലാവർക്കും കൊടുക്കാൻ, ഒരു ചെറിയ ബാഗ് ഉണ്ട്, അതിങ്ങനെ പാസ് ചെയ്യണം, അതിൽ ചില്ലറ പൈസ എല്ലാവരും ഇടും, ആ പൈസയിൽ ചായ പൈസയും മറ്റു ചെലവുകളും കൊടുത്ത് ബാക്കി അതിലിട്ട് എഴുതി വെക്കണം. 6:30 മുതൽ 8 മണി വരെയാണ്. 8 മണിക്ക് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് അവിടെ നിൽക്കണം. അപ്പൊ തുടക്കം ഒരു അരമണിക്കൂർ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ പണി എന്ന് പറഞ്ഞു സെക്രട്ടറിയുടെ. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ മതിയായി, ഈ പണി എന്നെ കൊണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിലൂടെ ഞാനിത് ഒഴിവാക്കാനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഞാൻ ആത്മീയമായിട്ടൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ഫോണിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പഴമക്കാരനോട് ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. 1-2 വർഷം സുബോധാവട്ടെ എന്നിട്ടാവാം. എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു, ഞാൻ അതിൽ പിടിച്ചു തൂങ്ങി, എനിക്ക് ഒരു 2 വർഷമെങ്കിലും ആവട്ടെ. പക്ഷെ അതിനിടയിൽ ഞാൻ വീണ്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ മറ്റൊരു പഴമക്കാരനെ വിളിച്ചു, അടുത്ത ജില്ലക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷാജി, നിനക്ക് കുടിക്കാതിരിക്കണം. ഞാൻ പറഞ്ഞു, കുടിക്കാതിരിക്കണം, അതിനാണല്ലോ വന്നത്. നിനക്ക് കുടിക്കാതെയുള്ള ജീവിതം സന്തോഷവും സമാധാനമാവണം. ഞാൻ പറഞ്ഞു, ആവണം. എന്നാല് ഈ പറഞ്ഞ പണി പോയി ചെയ്യുന്നു സെക്രട്ടറി പണി. ഞാൻ പറഞ്ഞു, ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, ഭാര്യയും കുട്ടികളൊക്കെ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാവും. അയാൾ പറഞ്ഞു, എന്റെ കുടുംബത്തിന്റെ കാര്യം നീ വിട്ടേക്കെന്ന് പറഞ്ഞു, അത് മൂപ്പര് നോക്കിക്കോളൂ. എന്റെ സുബോധത്തിന്റെ കാര്യം ഈ വിട്ടേക്ക്, മൂപ്പര് നോക്കിക്കോളൂ. മൂപ്പര് എന്ന് പറഞ്ഞ ദൈവം പണിയെടുക്കാൻ പറഞ്ഞു. സത്യത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണിത്. അന്നു മുതൽ ഇന്ന് വരെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കഴിയുന്ന പണികളൊന്നും വെറുതെ നടക്കാത്ത പണിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ തിരക്കാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഉപേക്ഷിക്കാറില്ല. ഏതാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പണി ഏറ്റെടുത്ത് ചെയ്യാനും അതിനോട് ആത്മാർത്ഥത കാണിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ എന്നും പറയാം.
ഒരു നയാ പൈസയും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ വാങ്ങാതെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ദുഷ്കരമായിരുന്നെങ്കിൽ പോലും പിൻകാലങ്ങളിൽ അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ പഴമക്കാരൻ പറഞ്ഞതുപോലെ എന്റെ സുബോധത്തിന് വേണ്ടി എനിക്ക് യാതൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. സെക്കൻഡിന് 4 ക്രേവിംഗ് എന്ന് പറയുന്ന രീതിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മദ്യത്തിൽ നിന്നും പൂർണ്ണമായും എടുത്ത് മാറ്റപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എന്നെക്കാളും ഭംഗിയായിട്ട് ദൈവം കൈകാര്യം ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതറിഞ്ഞ് ജീവിക്കുന്നുണ്ട്. സമയമില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് എന്റെ മുമ്പിലില്ലായിരുന്നു. എനിക്ക് ധാരാളം സമയം ഞാൻ കണ്ടെത്തിയിരുന്നു. എനിക്ക് സൗജന്യമായി കിട്ടിയ സന്ദേശം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്രൂപ്പും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഏർപ്പെട്ട എന്റെ പഴമക്കാർ, അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പഴമക്കാരനോട് പറഞ്ഞ് നന്ദി പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. പിൻകാലത്ത് അൽക്കോളിക്സ് അനോണിമസ് എന്ന് മനസ്സിലാക്കിയ വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഷുഡ് ഗോ ഫോർവേഡ്. മുന്നോട്ട് കൊടുക്കൂ. എനിക്ക് എന്റെ പഴമക്കാരും മറ്റുള്ളവരും എന്താണ് എന്നെ പഠിപ്പിച്ചത്, എന്താണ് സൗജന്യമായിട്ട് എനിക്ക് നൽകിയ സന്ദേശം, എന്താണ് എന്നെ ചേർത്ത് പിടിച്ച സ്നേഹം, താല്പര്യപൂർവ്വം വാങ്ങിത്തന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായ. ഇന്ന് വലിയുണ്ടായിരുന്നു, അന്ന് വലിക്കാൻ മുട്ടി നിൽക്കുമ്പോൾ ഒരു സിഗരറ്റ് വേണോ എന്ന് ചോദിച്ച സുഹൃത്ത്, എന്ന് തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത എന്റെ നന്ദി ഞാൻ പിന്നോട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് മുന്നോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് ആൽക്കോളിക്സ് അനോണിമസ് ആണ്. ഞാൻ ഇതിലേക്ക് കയറി വരുന്നവർക്ക് വേണ്ടി കൊടുക്കണം. അത് പിന്നോട്ട് ഇങ്ങനെ നന്ദി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നത് അതും അന്നത്തെ പഴമക്കാരാണ്. ആൽക്കോളിക്സ് അനോണിമസിന്റെ സേവന പദ്ധതികളിലേക്ക് കയറി സെക്രട്ടറിയായി, ഗ്രൂപ്പ് സെക്രട്ടറിയായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇന്റർ ഗ്രൂപ്പ്, കേരളത്തിൽ ഒരു ഇന്റർ ഗ്രൂപ്പേ ഉള്ളൂ, അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായി ഇങ്ങനെ നടക്കും. എന്താണെന്നൊന്നും അറിയില്ല, എന്ത് പറഞ്ഞാലും ചെയ്യും, അതിനോട് ബന്ധപ്പെട്ടൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഇന്റർ ഗ്രൂപ്പിന്റെ 3ാമത്തെ സെക്രട്ടറിയായി. അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ എന്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ജോലികൾ ഞാൻ ചെയ്യാറുണ്ട്. എന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ജോലി ഇതാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ശ്രദ്ധ മാക്സിമം ഇതിലേക്കും കൊടുക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങൾ അപ്പുറത്ത് ആരോ പറഞ്ഞതുപോലെ ഒരു മാനേജ്ഡ് ആയിട്ട് നടക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഈ കൂട്ടായ്മ ഇത്രത്തോളം വിശാലമാണ്. ഇത് ഒരു സെറ്റ് തത്വങ്ങളല്ല, അതിൽ ജീവിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളുടെ വൻ ജനക്കൂട്ടാണ്. വിവിധ മേഖലകളിൽ ഉള്ള AA മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ഞാൻ കിണറ്റിലെ തവളയെ പോലെയായിരുന്നു തുടക്കത്തില്. എന്നോട് സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞാലും പുഴയെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെ ഞാൻ അത് കിണറാണെന്ന് പറയും. കാരണം കിണറ്റിൽ മാത്രമാണ് എന്റെ വാസം, ഞാൻ പുറത്തെത്തിയിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നു എന്റെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സംസാരവും തർക്കവും ഒക്കെ. ഞാൻ കാണാത്തത് അനുഭവിക്കാത്ത ഒറ്റ സാധനം ഞാൻ ഇല്ലാതെ തന്നെ പറയും. ഞാൻ കണ്ടതൊക്കെയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന ആ ഒരു രീതി. ആദ്യമായി ഈ കേരളത്തിന് പുറത്ത് മംഗലാപുരത്തൊക്കെ ഒരു വാർഷികത്തിന് പോയി. അങ്ങനെ പതുക്കെ അടുത്ത സംസ്ഥാനങ്ങളിലേക്കൊക്കെ നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കുറിച്ചിട്ടുള്ള ശരിക്കു പറഞ്ഞ വിവിധ തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ തുടങ്ങിയത്. വിവിധ തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ തുടങ്ങി. ശരിക്കു പറഞ്ഞാൽ ആ അറിവുകളാണ് ഒരു പക്ഷേ എന്നെ ഈ സേവന തലത്തിലേക്ക് എത്തിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനത് എത്തിച്ചേരൂല. ഏറ്റവും രസകരമായ കാര്യം ഉണ്ടായിരുന്നു. ഞാന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ആരും എന്നെ അറിയുന്നവരും എനിക്കൊരു നല്ല പണി തരൂല.
കാരണം അവർക്ക് എത്ര പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ളവർക്ക് അറിയാം. ഒരു പണിയും തരില്ല. ഈ ടൗണിൽ കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ ഷോപ്പിൽ പോയി നിൽക്കാറുണ്ട്. സുഹൃത്തിന്റെ. വെറുതെ വർത്താനം പറഞ്ഞിരിക്കല. അയാളുടെ അടുത്ത് ഒരു രക്ഷയില്ല, ഒരു പണിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഒരു പണി തരാം, കുറച്ച് പാംപ്ലെറ്റുകളുണ്ട് മലയാളത്തില്. ചെറിയ ലീഫ്ലെറ്റ് ആണ്. അത് കൊണ്ടുപോയിട്ട് അടുത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിലെ രോഗികൾക്ക് ഒന്ന് വിതരണം ചെയ്യണം. അവര് പല കാര്യങ്ങളും ചോദിക്കും. അവർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കണം. ഇതിലെത്തിയാ പിടിച്ചേക്കാന്നൊക്കെ ഒന്ന് പറയാം. ആ പണി നാളെ മുതൽ അങ്ങ് തുടങ്ങിക്കും പറഞ്ഞൊരു 1-2 മണിക്കൂർ. ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ ഉണ്ട്. ആ ടൈമിൽ നമ്മൾക്ക് അവിടെ അനുവാദമുള്ളൂ. ആ സമയത്ത് പോയിട്ട് എല്ലാവർക്കും ഈ പാംപ്ലെറ്റ് കൊടുക്കും. ഞാന് 6 മാസമായിട്ടുള്ളൂ. ഞാനേ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്കൊക്കെ ഭയങ്കര ധൈര്യം കൊടുക്കല. ഇതിൽ വന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് പരസ്യവും ഇതൊക്കെ കൊടുക്കലൊക്കെ തുടങ്ങി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഇയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, കുറച്ച് പൈസ കിട്ടിയാൽ നന്നായിരുന്നു. ശമ്പളം എങ്ങനെ മാസമാണോ ആഴ്ചയ്ക്കാണോ? അയാൾ പറഞ്ഞു വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യം. ഒക്കെ മുകളിൽ നിന്ന് വരും. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോ അയാളുടെ ഷോപ്പിന്റെ മുകളിലേക്ക് കെട്ടിടമൊന്നുമില്ല. അയാള് സിംഗിൾ സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ്. അതിന്റെ മുകളിലൊന്നും കാണുന്നില്ല. ഇയാൾ എന്ത് മുകളിലേക്കാ പറയുന്നത്? ഞാൻ മുകളിൽ ഏത് മുകളിൽ എന്ന് ചോദിച്ചു. അയാള് പറഞ്ഞു മുകളിലേക്ക് എന്ന് പറഞ്ഞത് ബിൽഡിങ്ങിന്റെ മുകളിലേക്കല്ല. ദൈവത്തിനെയാണ് ഉദ്ദേശിച്ചത്. ദൈവമാണ് ഇതിന് പ്രതിഫലം തരുന്നത്. സത്യത്തിൽ എനിക്ക് കാര്യം മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി. ഇയാൾ എന്നെ പറ്റിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു ഒക്കെ തോന്നി. ഇയാളെ തല്ലാനൊക്കെ തോന്നി. പക്ഷെ എന്തായാലും ഞാൻ അതൊന്നും ചെയ്തില്ല. പക്ഷേ അടുത്ത ദിവസവും ഞാൻ ഈ പാംപ്ലെറ്റുമായിട്ട് ആ ചികിത്സാലയത്തിൽ പോയി എന്നുള്ളതാണ്. പിന്നെ അതൊരു ശീലമായി എന്ന് മാത്രമല്ല, നമ്മളെ വാക്കുകളും നമ്മൾ കൊടുക്കുന്ന ശക്തിയിലും ഒക്കെ വിശ്വാസം അർപ്പിക്കുന്ന ഒരു പറ്റം അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളെ കാണുകയും അവരോടൊത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ലഭിക്കുന്നുണ്ട്. ഒരു കാലത്തും ലഭിക്കാത്ത ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. ഒരു സംതൃപ്തി ലഭിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. സേവനമായിട്ട് ബന്ധമില്ലെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സേവനത്തിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ഒരു മദ്യാസക്തനും മെസ്സേജ് കിട്ടാതെ മരിച്ചു പോകരുതെന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 12-ാം പടി പ്രവർത്തനത്തിന് ആദ്യമായി എന്നെ എന്റെ പഴമക്കാരൻ കൂടെ വിളിച്ചു കൊണ്ടുപോയി ഒരു വീട്ടിലേക്കാ. ഒരു സുഹൃത്തിന്റെ കാറും ഉണ്ട്. അതിലേ കയറി പോണം. അങ്ങനെ അവിടെ ചെന്നപ്പം ചെരുപ്പുകൾ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. അപ്പൊ പഴമക്കാരൻ പറഞ്ഞു സാധനം അകത്തുണ്ട്. അതെന്താന്ന് വെച്ചാൽ എല്ലാ ചെരുപ്പും ഒറ്റ ചെരുപ്പേ ഉണ്ടാവുള്ളൂ. ഡബിൾ ചെരുപ്പ് ഉണ്ടാവില്ല. മറ്റേ ചെരുപ്പ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് ആൽക്കഹോളിക്കിന്റെ വീട്ടിലെ ആദ്യം കാണുന്ന കാഴ്ചയാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞാനകത്ത് കയറി. വാതിലെത്തിയപ്പോ തന്നെ ബഹളമൊക്കെ നടക്കുന്നുണ്ട് അകത്ത്. നമ്മളെ ആൽക്കഹോളിക് അടിച്ച് പിമ്പിരിയായി നിലം തൊടാൻ പറ്റാതെ എങ്ങനെ നിന്ന് പറക്കുക. ഒരു പിഞ്ചു കുഞ്ഞിനെ മാറോടണക്കി കരഞ്ഞ് തളർന്ന അവശ നിലയിൽ നിൽക്കുന്ന ഭാര്യ. ഒരു 5-6 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി. അത് കാലിൽ കെട്ടിപ്പിടിച്ച് കരയുണ്ട് അമ്മേന്റെ. ഭയങ്കര ഇത്. വീടൊക്കെ തകർത്ത് ലെവലാക്കിയിട്ടിരിക്കുക. നമ്മൾ ചെന്ന് കയറിയതും അയാള് ചാടി ഇങ്ങോട്ട് പോന്നു. ആരാടാ എന്താടാ എന്നുള്ള സ്റ്റൈലില്. ഞാൻ വരെ പേടിച്ചു പകച്ചു പോയി. പക്ഷെ തീരെ ആരോഗ്യമില്ലായിരുന്ന എന്റെ പഴമക്കാരൻ നെഞ്ചും പിരിച്ച് അങ്ങോട്ട് കയറുന്ന കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അയാള് ആക്രമിച്ചില്ല. അയാൾ പിന്നോട്ട് മാറി. നമ്മളെ മധ്യാസക്തൻ. എങ്ങനെയൊക്കെയോ അയാളെ ഒക്കെ ആയിട്ട് സംസാരിച്ച് രാവിലെ ആശുപത്രിയിലേക്ക് പോകാന്നൊക്കെ ഉള്ള സമ്മതമൊക്കെ ആക്കി പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി. കാറിൽ കയറി കഴിഞ്ഞപ്പോ പഴമക്കാരൻ ആദ്യം പറഞ്ഞു, കണ്ടോ പാമ്പ് പത്തി വളർത്തുന്നത് നമ്മളെ ആക്രമിക്കാനല്ല, അത് പേടിച്ചിട്ടാണ്. നമ്മളെന്തെങ്കിലും അതിനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെയാണ് മദ്യാസക്തൻ. അവന് പേടിച്ച് അവനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ പിടിച്ചു കെട്ടാനൊക്കെ വന്നാന്ന് വിചാരിച്ചിട്ട് അവൻ കാണിച്ചൊരു ഇതാണ്. നമ്മൾ ധൈര്യമായിട്ടൊരു ചുവട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ പിന്നോട്ട് മാറും. അതാണ് ആദ്യത്തെ പടി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാറ് മുന്നോട്ട് പോകുമ്പോൾ അയാൾ പറഞ്ഞു ബാക്കിലേക്ക് തിരിഞ്ഞു നോക്ക് ഷാജി. ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു. ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീ കുട്ടികളൊക്കെ വെച്ചിങ്ങനെ നിൽക്കുന്ന കണ്ടു. നീ കണ്ടോ? എന്താ കാണുന്നത്? ഞാൻ പറഞ്ഞു അയാളെ ഭാര്യ കുട്ടികളൊക്കെ എടുത്തത് ഇങ്ങനെ നമ്മളെ കാറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങ് എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അവർ കരയാണ്, അവർ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഷാജി നീ ഇപ്പൊ ആരാന്നറിയൂ? ഞാൻ ആരാന്നറിയൂ? അപ്പൊ നിങ്ങള് മെമ്പറെ പേര് പറയണ തെറ്റില്ലാന്ന് തോന്നുന്നു. നിങ്ങള് രവിയൊക്കെ മറ്റേ മെമ്പറും ഉണ്ട്. നിങ്ങള് ഞാൻ ഷാജി അതിനെന്താ? അല്ലടാ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഇപ്പൊ ദൈവങ്ങളാണ്. സ്ത്രീ ഒന്നിച്ചു. ആ സ്ത്രീ കണ്ടോ നോക്കി കരയണത്? നാളെ എന്തെങ്കിലും ഒരു രക്ഷപ്പെടൽ ഉണ്ടാവും
എന്ന് 3 ദൈവങ്ങൾ വന്നിട്ട് പോവാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് മനുഷ്യന് ഇത്രയും തരം താന്ന് അധപ്പതിച്ച് തകർന്ന തെരിപ്പണമായ എന്നെയും നിന്നെയും പോലുള്ള മദ്യാസക്തരെ ദൈവമാക്കുന്ന ഒരു പ്രക്രിയയാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ ഈ മെസ്സേജ് കൊടുക്കുന്ന പരിപാടി. ഒരു പ്രതിഫലവും, ഒരു ചിരി പോലും, ഒരു ഗ്ലാസ് വെറും വെള്ളം പോലും ഇച്ഛിക്കാതെ അത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവമാവാം. ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്കല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ ലഭിച്ച പാഠം ഇതായിരുന്നു. സത്യത്തിൽ എനിക്ക് ദൈവമാകണോ ഇല്ലെന്നുള്ള അല്ല വിഷയം. ഞാൻ എന്നുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഴുകി വൃത്തിയാക്കപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് തന്നെ ഒരു വൃത്തിയൊക്കെ തോന്നും. അതാണ് സത്യം. മദ്യാസക്തിയുടെ പഴയ കാലത്തെ പാണ്ടക്കെട്ടുകളും പേറിയിട്ട് തല നിവരാൻ സാധിക്കാതെ പുതിയ കാലത്തെ വിഷമതകളും ഒക്കെ കൂടി ആയിട്ട് ഭ്രാന്താണോ അതോ നോർമലാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇങ്ങനെ നീങ്ങണ ആദ്യ കാലങ്ങളിൽ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വൃത്തിയായി വരുന്നു എന്നൊക്കെ ഒരു തോന്നലും ഒക്കെ വന്നത് ആൽക്കോളിക്സ് അനോണിമസിന്റെ 12-ാം പടിയുടെ പ്രക്രിയയിലാണ്. ആ 12-ാം പടി തന്നെ ഏറ്റവും നന്നായി ലാർജ് സ്കെയിലിൽ ചെയ്യാനൊരു അവസരം പിന്നീട് ലഭിച്ചപ്പോൾ ഒന്നും ശരിക്കും പറഞ്ഞാല് തടസ്സം നിന്നിട്ടില്ല എന്നെ. അത് വീണ്ടും ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആൽക്കോളിക്സ് അനോണിമസിൽ ചിട്ടയായ ഒരു സേവന വ്യവസ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഏത് സേവന തലങ്ങളിലേക്ക് പടിപടിയായി കടന്നു വന്നപ്പോഴാണ്. ഒരു ചിട്ടയായ സേവന വ്യവസ്ഥിതിയും ഞാൻ മൊത്തം ആ സ്ട്രക്ചറൽ സർവീസിനെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള സേവന വ്യവസ്ഥിതികളുണ്ട്. എല്ലാം ഏകദേശം ഒരു പൊതുവായ തത്വത്തിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ആൽക്കോളിക്സ് അനോണിമസ് ഇവിടെ നിലനിൽക്കണം. ആൽക്കോളിക്സ് അനോണിമസിന്റെ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഇത്ര ഗ്രൂപ്പ് ഉണ്ടായി, അത്ര ഗ്രൂപ്പ് ഉണ്ടായി എന്നൊക്കെ പറയുന്ന സന്തോഷം എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് ഇവിടെ MLA ആവുമോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആവുമോ ഒന്നുമില്ല. ഒരു പിടി ജീവനും ജീവിതങ്ങളും അതിലൂടെ രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള സന്തോഷത്തിന്റെ എണ്ണമാണ്. അപ്പൊ അത്തരം എണ്ണം വർദ്ധിക്കുമ്പം അതിലൊരു സന്തോഷം ഉണ്ടായി, അതിന്റെ ഒരു ഭാഗവാക്കാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ടായി. ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 25 വർഷത്തിന്റെ മെഡൽ കഴിഞ്ഞ ഞായറാഴ്ച അറ്റൻഡ് ചെയ്തു. അതിലൊരു 7 വർഷക്കാരനുണ്ട്, 14 വർഷക്കാരനുണ്ട്, 25 വർഷക്കാരൻ. ഈ 3 പേരുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ ആ വർഷങ്ങളിലൊക്കെ ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ പഴമക്കാരൻ പറഞ്ഞത്, നീ അനേകായിരം പേരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ ത്യാഗപൂർണമായിട്ടുള്ള കാര്യമൊന്നും ചെയ്യണ്ട. നിനക്ക് 2 വർഷമാകുമ്പം നീ മെസ്സേജ് കൊടുത്ത ഒരാളെങ്കിലും 1 വർഷം പിന്നിലുണ്ടാവണം. അതൊരു സന്തോഷമല്ലേ എന്നാണ് അയാൾ പറഞ്ഞത്. ഇന്ന് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഏപ്രിൽ 10 ആകുമ്പോൾ 22 വർഷവും. പക്ഷേ അദ്ദേഹം ചോദിച്ച പോലെ പിന്തിരിയുമ്പം നമ്മളൊരു ഇൻസ്ട്രുമെന്റായി, നമ്മളൊരു ഉപകരണമായിട്ട് ആരെങ്കിലും 21 വർഷക്കാരനുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു 20 വർഷക്കാരനുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു 18 ഉണ്ടാവും. അങ്ങനെ വർഷങ്ങൾക്ക് പിന്നിലുള്ള ആൾക്കാർ നമ്മൾ മെസ്സേജ് കൊടുക്കാൻ കാരണമായി ഇതിലേക്ക് കടന്നു വന്നവരുണ്ട് എന്നുള്ളത് പറയുന്ന ഒരു സന്തോഷം, അനുഭവിക്കുന്ന ഒരു സന്തോഷം. ആൽക്കോളിക്സ് അനോണിമസിന്റെ ഡെയിലി റിഫ്ലക്ഷനും മാസ് ബിൽ CC2 ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അതില് തൗസൻഡ്സ് ഓഫ് ഫൗണ്ടേഴ്സ് എന്നും പറഞ്ഞുണ്ട്. നിങ്ങൾ സെക്രട്ടറി ആവാം, നിങ്ങൾ പ്രസിഡന്റ് ആവാം, ആൽക്കോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസിന്റെ ചെയർമാൻ ആവാം, ഇന്ത്യയുടെ ഏഷ്യ ഓഷ്യാനിക് സർവീസ് മീൻ ഡെലിഗേറ്റ്, വേൾഡ് സർവീസ് മീൻ ഡെലിഗേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ പദവികളിലും സേവനത്തിൽ എത്താം, അതിന്റെയൊക്കെ ചെയർമാൻഷിപ്പിലൊക്കെ എത്താം. പക്ഷേ നിങ്ങൾ ഫൗണ്ടർ ആവുന്നില്ല, നിങ്ങൾ സ്ഥാപകന്മാരിൽ ഒരാളാവുന്നില്ല.
നിങ്ങൾ എപ്പോൾ സ്ഥാപകനാവുമെന്ന് വെച്ചാൽ നിങ്ങൾ സന്ദേശം കൊടുത്ത് ഒരാൾ ഇതിലേക്ക് കടന്നു വന്ന് നിലനിൽക്കുമ്പോൾ യു വിൽ ബിക്കം ദ ഫൗണ്ടർ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, വൺ ഓഫ് ദ ഫൗണ്ടർ എന്ന് പറയാം. സഹസ്ഥാപകരെന്നല്ലേ പറയുന്നത്. അപ്പൊ എയിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അതിന്റെ സഹസ്ഥാപകരിൽ ഒരാളാവുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല അതിനുള്ള മാർഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സർവീസ് തന്നെയാണ്. സേവന തലങ്ങളിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പല സേവന തലമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ ചേർന്നിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർ ഗ്രൂപ്പ് എന്നുള്ള പ്ലാറ്റ്ഫോം പൂർണ്ണമായും സർവീസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയല്ല. 70% സർവീസും 30% യൂണിറ്റിയും ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആണെന്നാണ് ഞാൻ പറയുക ഇന്റർ ഗ്രൂപ്പ്. കാരണം അതിൽ വാണിജ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പല എലമെന്റ്സും അതിലുണ്ട്. നമുക്ക് ലിറ്ററേച്ചറുകൾ ലഭിക്കണം. നമുക്ക് ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ പുറത്ത് രാജ്യങ്ങളിലില്ല, പക്ഷെ ഇന്ത്യയിലുണ്ട്. ബർത്ത്ഡേ ടോക്കൺസ് ലഭ്യമാക്കണം. അത് ജനറൽ സർവീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. USA മറ്റ് സ്ഥലങ്ങളിലൊന്നും ജനറൽ സർവീസ് ഇത് ഏറ്റെടുത്ത് ചെയ്യില്ല, പക്ഷെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ലിറ്ററേച്ചർ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഇന്റർ ഗ്രൂപ്പാണ്. ആ ഇന്റർ ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കുറച്ച് സേവകർ വേണം ചുരുങ്ങിയ കാലത്തേക്ക്. ഓരോ ഇന്റർ ഗ്രൂപ്പ് ഒരു 2 വർഷമോ 3 വർഷമൊക്കെ ആയിരിക്കാം. അതിന്റെ സേവന തലങ്ങളിലേക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവനവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ ആളുകളുണ്ട്. എങ്കിലേ ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്തായിട്ട് മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ചന്ദ്രമോഹനൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവും, കേരളത്തിലൊക്കെ ലഭ്യമല്ല. ചുരുക്കം ആൾക്കാരുടെ കയ്യിലൊക്കെ പോയി കാണാനുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഹാർഡ് കവർ ബിഗ് ബുക്ക് ഒക്കെ. അന്ന് മലയാളത്തില് 98 ബിഗ് ബുക്ക് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. 1-2 പാംലെറ്റുകൾ ഉണ്ടായിരുന്നു, മറ്റൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഇന്ന് വളരെ ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ അതിലേക്കുള്ള പ്രയാണത്തിൽ ആര് പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെയോ രാജ്യങ്ങളുടെ ഒന്നും സംഭാവനകളിലൂടെ പ്രവർത്തിക്കുന്ന ഒന്നല്ലല്ലോ. അപ്പൊ അതിനുത്തരം നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ വായിച്ച മലയാളത്തിലുള്ള ഒരു സാധനവും ലഭ്യമാകാൻ പിന്നെയും വൈകുമെന്ന് വേണമെങ്കിൽ പറയാം. ലഭ്യമാകില്ല എന്നല്ല, വൈകും. ഇതിനൊക്കെ നമുക്ക് മുന്നിലേക്കുള്ളവരൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ സേവന പദ്ധതിയിൽ ഏർപ്പെട്ടതുകൊണ്ടും വന്നതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ലഭിക്കുന്നതും ഇന്നും പലരും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത്. ഇന്റർഗ്രൂപ്പ് തലത്തിൽ നിന്നും സർവീസിൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ട്രിക്ട് ഏരിയ കമ്മിറ്റികളൊക്കെ വരാൻ പിന്നെയും വൈകി. പക്ഷെ വന്നത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വന്നു. പക്ഷെ അന്നും ജനറൽ സർവീസ് തലത്തിൽ ഇന്ത്യയിൽ മൊത്തം ഒരു GSOയും അതിന്റെ ജനറൽ സർവീസ് കോൺഫറൻസും ബോർഡ് ഓഫ് ട്രസ്റ്റീസും അതിന്റെ ജനറൽ സർവീസ് ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത് സൗത്ത് ഇന്ത്യയാണെന്ന് പറയാം. വിവിധ ഭാഷകളാണ്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദി സ്പീക്കിംഗ് ബെൽറ്റിൽ അത്തരം പോരായ്മകൾ കുറവായിരുന്നു. ഇവിടെ മലയാളം അറിയുന്ന ആൾക്ക് തമിഴ് അറിയില്ല, തമിഴ് അറിയുന്നവന് തെലുങ്ക് അറിയില്ല, തെലുങ്ക് അറിയുന്നവന് കന്നഡ അറിയില്ല, കന്നഡ അറിയുന്നവന് ഗോവയിലെ കൊങ്ങിണി അറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ ഇത്രയും ഭാഷകളുടെ പ്രശ്നം, ഇത്രയും ലിറ്ററേച്ചറുകൾ പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം. പബ്ലിക് ഇൻഫർമേഷനിൽ ബോർഡറിൽ വരെ ചെല്ലാം എന്നേ ഉള്ളൂ. നെയ്ബറിങ് സംസ്ഥാനങ്ങളെ, സ്റ്റേറ്റുകളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്തൊരവസ്ഥ ഭാഷാപരമായിട്ടുള്ള. അറിയുന്ന ഭാഷ അറിയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ശക്തമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശവും അതിന്റെ ഗ്രോത്തും ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് ഈ സൗത്ത് ഇന്ത്യയിലാണ്. ഇത്രയും പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടിട്ടുള്ള അതിന്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് കുറെ അംഗങ്ങൾ എയിൽ
പ്രവർത്തിച്ചതുകൊണ്ടും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടാണ്. അതിലൊരു സംശയമില്ല. ഇന്ന് നമ്മൾ എന്നെ കേൾക്കുന്ന നിങ്ങളും എന്നെ കേൾക്കാൻ ഇവിടെ ഒരു സാധ്യത ഉണ്ടാക്കിയ ഇതിന്റെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയും, കേരളത്തിലുള്ളവർ ഉറക്കം ഒഴിയുന്നതായിരിക്കും, മറ്റു സ്ഥലത്ത് ഉറക്കം ഉണരുന്നതായിരിക്കും, ടൈം ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ചിട്ടയായിട്ട് കൊണ്ടുപോവുകയും കുറെ മെസ്സേജ് അയക്കുകയും മറ്റുള്ളവരെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒറ്റ വാക്കേ ഉള്ളൂ: ദിസ് ഇസ് സർവീസ്. ഇത് സേവനമാണ്. അയാൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു പ്രവൃത്തി അയാൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാളോ ഒരു പറ്റം ആൾക്കാരോ. ഇത് സേവനമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ ചായ ഒഴിച്ച് കൊണ്ടു കൊടുത്തപ്പോഴാണ് ഞാൻ മനുഷ്യന്മാരോട് ചിരിക്കാൻ പഠിച്ചത്. അതുവരെ ഞാൻ ഇങ്ങനെ മസിലും പിടിച്ചിരിക്കുക, എന്തെങ്കിലും ഷെയർ ചെയ്യുക, പോവുക, മീശ തടവുക എന്നുള്ള പരിപാടിയായിരുന്നു. ആരോ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ ചായക്കൊന്ന് കൊടുത്തുകൂടെ? ആ, കൊടുക്കാം. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഓരോരുത്തർ വാങ്ങുമ്പോൾ അവർ ചിരിക്കും, ഞാനും ചിരിക്കും. ഏറ്റവും കൂടുതൽ എക്കുള്ളിലെ അംഗങ്ങളെ തുടക്കകാലത്ത് പരിചയപ്പെടാൻ ഒരു ചായ കൊടുക്കലാണ് ഉപകരിച്ചത്. സ്വതവേ അന്തർമുഖനും പ്രശ്നക്കാരനും മനുഷ്യന്മാരോട് ഇടപഴകാൻ അറിയാത്തവനും കഴിയാത്തവനുമായ എനിക്ക് ഇതിനുള്ളിൽ സഞ്ചരിക്കാനുള്ള വിശാലമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നത് സർവീസിന്റെ ആദ്യ പാഠങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ട്രസ്റ്റി ആയിട്ട് 5 വർഷം 2010 മുതൽ 15 വരെ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. അതിനുശേഷം 2 വർഷങ്ങൾ കൂടുന്ന 4 വർഷം ഏഷ്യ ഓഷ്യാനിക് സർവീസ് മീറ്റ് ഡെലിഗേറ്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. 22 24 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണത്. അവിടെ പോയപ്പം ആദ്യത്തെ ചെയർമാനായിരുന്ന ഓസ്ട്രേലിയ ആയിരുന്നൊരു അംഗമുണ്ട്, ജോൺ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് 22 രീതിയിൽ ഇംഗ്ലീഷ് കേൾക്കാമെന്നാണ്. കാരണം 22 രാജ്യക്കാരും പറയണ ഇംഗ്ലീഷ് 22 രീതിയിലായിരിക്കും. ഇന്റർപ്രറ്ററെ കൂടെ കൊണ്ടു നടക്കുന്ന, അയാളുടെ എല്ലാ ചെലവും കൊടുത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ജപ്പാൻകാരൻ മുതൽ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചു. ഏത് രാജ്യത്ത് പോയാലും ആൽക്കഹോളിക്കിന്റെ പ്രശ്നം ഒന്നാണ്. അതിൽ നിന്നുള്ള മോചനം ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് തന്നെയാണ്. അതിന് കാലദേശ നിറ ഭേദവ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. 2015 US കൺവെൻഷന് ഞാൻ പോയി. ചന്ദ്രമോഹൻ ഉണ്ട്, ഞാനും നമ്മളെ റൊട്ടേറ്റഡ് ട്രസ്റ്റി സണ്ണിയും കൂടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ധാരാളം പേര് നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ നിൽക്കുന്നു. 10,000 ലേഡി വോളണ്ടിയേഴ്സ്, മെമ്പേഴ്സ് ആണ്, അല്ല നോണല്ല. അവരൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് അകത്തേക്ക് കയറി പോയപ്പോ ഒരു ലേഡി വോളണ്ടിയേഴ്സിന് ഞാൻ ഹായ് എന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു, ഇന്ത്യയിൽ നിന്ന് വരുന്നു. അവരൊക്കെ ഒരു ഹഗ് തന്നു. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു. എന്തോ പറഞ്ഞു. അപ്പൊ അവരെനിക്ക് ഒരു വിശദീകരണം തന്നത് എന്താന്ന് വെച്ചാല്, വളരെ സന്തോഷമുണ്ട്, 21 മണിക്കൂർ പറന്ന് ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ല എന്ന് ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് ഏകദേശം കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോൾ ആ സമയം ഉണ്ടാവും. കാരണം അത്ര ദൂരെ നിന്നുകൊണ്ട് ഈ ലിമിറ്റഡ് റിസോഴ്സിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പൈസയും മറ്റു കാര്യങ്ങളും ചെലവഴിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അറ്റ്ലാന്റ കൺവെൻഷൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന മദ്യാസക്തരെ കാണുമ്പോൾ ചിരിക്കുകയും അതിൽ സന്തോഷം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്ന ഹഗ് എത്രത്തോളം വിലപ്പെട്ടതാണ് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പോയപ്പോ ഇന്ത്യക്കാരില് നമ്മളെ കേരളത്തിൽ നിന്ന് വന്നവരുടെ 2 പേരുകൾ അതിലുണ്ട്. ഒന്ന് ചന്ദ്രമോഹന്റെ ഒരു ഷെയറിംഗ് സെഷനിൽ ചന്ദ്രമോഹന്റെ പേരുണ്ട്. മറ്റൊരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനാഗുറൽ സെഷനിൽ ഓരോ രാജ്യത്തിന്റെ പേര് വിളിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ദേശീയ പതാക ഇങ്ങനെ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിലെത്തിയിട്ട് വീശിയിട്ട് പോയി നിൽക്കണം. ആ ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക വീശാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് രജിസ്റ്റർ ചെയ്ത 75ഓളം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ പേര് എഴുതിയിട്ട് നറുക്കെടുക്കുകയും ചെയ്യും.
എൻ്റെ ആദ്യത്തെ കൺവെൻഷനാണ് യുഎസിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ നറുക്കിൽ എനിക്ക് പേര് വീണു. എൻ്റെ പേരാ വീണു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75,000 1 ലക്ഷം അടുപ്പിച്ചുള്ള ആൾക്കാരുണ്ട് ആ അറ്റ്ലാന്റ ഒളിമ്പിക് സ്റ്റേഡിയം എന്ന് അറിഞ്ഞിരിക്കണം. ആ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേജിൽ എത്തിയിരിക്കും. ഒരു സ്റ്റേജിൽ പോലും വരയ്ക്കാത്ത ഞാൻ ഈ പതാക എടുത്ത് വീശുമ്പോൾ ചെറിയ വിറയലുണ്ടായിരുന്നു. അത്രയും എനിക്ക് കാണുന്നില്ല ആൾക്കാരെ. ഞാൻ ഒരിക്കലും ഇന്ത്യൻ പ്രസിഡന്റോ അംബാസഡറോ ഒന്നും ആവാൻ പോണില്ല. പക്ഷെ ഇത്രയും വിവിധ രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക വീശാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സർവീസാണ്. ഞാൻ ഇന്നും ആരോ എടുത്ത് എനിക്ക് അയച്ചു തന്ന ചിത്രം വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ സൂക്ഷിക്കുന്നുണ്ട്. മറ്റൊരു കുട്ടിക്കും കാണിക്കാൻ കഴിയാത്ത രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. കാരണം അനോണിമിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏക്കാർക്ക് കാണിക്കാൻ നല്ല പുറത്ത് അതൊന്നും ഒരു സോഷ്യൽ മീഡിയയിലോ മറ്റു സ്ഥലങ്ങളിലോ എവിടെയും പോസ്റ്റ് ചെയ്തില്ല. സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. അന്തസ്, അഭിമാനം, സന്തോഷം, സമാധാനം, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും, സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും അതൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എടുത്ത് ഉയർത്തപ്പെട്ടത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനത്തിൽ വന്നതിന് ശേഷം. അതിനുശേഷം ഞാൻ നിരവധി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒക്കെ ഉണ്ട്. സത്യത്തിൽ ഈ ലോകം തുറന്നിട്ട് തന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സേവനത്തിലൂടെ എത്ര പേര് രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടില്ല എന്നുള്ളതല്ല വിഷയം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ സേവനത്തിൽ ഏർപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ ഏറ്റവും വലിയ സുബോധാവസ്ഥയുടെ നല്ല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഞാൻ ആദ്യം 12-ാം പടി ചെയ്ത ആള് ഡി എഡിഷനൊക്കെ വന്ന് പിന്നെ കുറെയൊക്കെ നിന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടായത് ഒരു പോലീസുകാരനായിരുന്നു. ഞങ്ങളെ ചിന്താവളപ്പ് ഇവിടെ കോഴിക്കോടുള്ള ക്വാർട്ടേഴ്സ് എന്നൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് ചെയ്താണ്. അയാള് മരിച്ചു. ഒരു ദൂരം വഴിക്കുള്ള റിലേറ്റീവ് ആണ്. പക്ഷെ അന്ന് നിരാശനായി അതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും സേവനത്തിലെത്തി അതിന്റെ ഈ നല്ല അവസ്ഥകൾ അനുഭവിച്ച് ജീവിക്കുന്ന പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, സെലക്റ്റഡ് ഫ്യൂ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് ഇതിനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട ചിലർ മാത്രമേ ഇതിലേക്ക് ഉയർന്നു വരുന്നുള്ളൂ. ഇതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മളെ ഒരു വെള്ളം സിനിമ ഇറങ്ങി. ഏറ്റ് ബന്ധമൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഏക്കാനുണ്ട് അയാളെയൊന്നും പറയുന്നില്ല. കാനഡയിലേക്കുള്ളൊരു ഈ സിനിമ അമേരിക്കയിലും കാനഡയിലും റിലീസ് ചെയ്തപ്പോൾ കാനഡയിലുള്ള ഒരു പത്ര സുഹൃത്ത് ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ മനോരമയുടെ ചീഫ് സബ് എഡിറ്റർ ആയിരുന്ന ആളാണ് വിനോദ്. കക്ഷി ഒരു ഇന്റർവ്യൂ ചെയ്തു. അതിലെക്കുറിച്ച് മെമ്പറാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാതെ ഒരു സന്ദേശം കൊടുക്കാൻ സാധിച്ചു. അത് കണ്ടുകൊണ്ട് ഇവിടെ എറണാകുളത്ത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഹെഡ് ഡോക്ടർ എന്നെ വിളിച്ചു. അവരെന്നോട് ചോദിച്ചു, ഞാൻ കുറെ ആൾക്കാരെ പല ചികിത്സാലയങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് അറിയാം, അലനോൺ അറിയാം, അലറ്റീൻ അറിയാം. അവർ പ്രാഥമികമായിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ വളരെ നന്നായിട്ട് സംസാരിച്ചു. അവരെന്നോട് ചോദിച്ചു, ഷാജി കഴിയുമെങ്കിൽ ആ സിനിമ എന്നിവിടെ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെന്റിനറി ആഘോഷിക്കുകയാണ്, 100 വർഷം, ഒന്ന് പ്രദർശിപ്പിക്കാനുള്ള ഇത് ചെയ്തു തരുമോ? ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല എന്നല്ല. കാരണം സിനിമ തിയേറ്ററിൽ ഓടുക. ഞാൻ ശ്രമിക്കാമെന്ന്. ഞാൻ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് മറ്റുള്ളവരൊക്കെ നമ്മളെ മെമ്പർ അടക്കമുള്ളവരൊക്കെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ് പ്രദർശിപ്പിക്കാം, ഒറ്റ ഷോ പ്രദർശിപ്പിക്കാം. പിന്നീട് അവർ ആവശ്യപ്പെട്ട അതിന്റെ മൂലകഥ ആരുടേതാണോ മിസ്റ്റർ മുരളി, അദ്ദേഹത്തിൽ നിന്ന് കിട്ടും ഒരു ഇന്ററാക്ഷൻ, നിങ്ങൾ പോകാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നിറഞ്ഞ സദസ്സിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം
അവിടെ ഈ സിനിമ കൊച്ചിയിൽ ഇത് പ്രദർശിപ്പിക്കപ്പെട്ടു. ഇവിടുന്ന് പൈസയും ചെലവാക്കി പെട്രോളൊക്കെ അടിച്ച് പോകുക തന്നെയാണ്. അവിടെ പോയി ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മുരളിയോട് ഈ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി, ഒരു ഏറ്റവും നല്ലൊരു പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് അവിടെ ചെയ്യാൻ സാധിച്ചു. അതിൽ എത്ര പേര് രക്ഷപ്പെടും പെടില്ല എന്നറിയില്ല. എല്ലാവർക്കും അവിടെയൊക്കെയുള്ള ഗ്രൂപ്പ്, അതിന്റെ സേവന കേന്ദ്രങ്ങൾ, അതിന്റെ നമ്മളെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒക്കെ കൊടുത്തു. വളരെ സന്തോഷമുള്ളതാണ്. കാരണം ആ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞത് ഒരു കുട്ടി അന്തർമുഖനായിരുന്ന ഒരു കുട്ടിയാണെന്ന്. ആരോടൊന്നും സംസാരിക്കില്ല, ഒരു വല്ലാത്ത പ്രകൃതം. ആ കുട്ടി വന്നിട്ട് മുരളിയെ കെട്ടിപ്പിടിച്ചു. ഇതിന്റെ ശരിക്കും കഥ നായകൻ നമ്മളൊരു മെമ്പറാണല്ലോ. അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാനും ഒക്കെ രക്ഷപ്പെടുമല്ലേ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഡിഗ്രി ഒക്കെ ക്ലാസ് ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ളൂ അവിടെ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ അനുഭവിച്ച അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു, കേരളം മുഴുവൻ വ്യാപിച്ചു. നമ്മൾ 100ഉം 200ഉം 300ഉം ഒക്കെ പേരുള്ള കൺവെൻഷനും മറ്റ് ആഘോഷ പരിപാടികളും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നും മൊത്തം ഇവിടെയൊക്കെ സ്പ്രെഡായെന്ന്. ഒരിക്കലുമില്ല. അവനവൻ താമസിക്കുന്ന വീടിന്റെ പിന്നിലുള്ള ആൾക്കോളിക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഇന്നും ഈ രണ്ടക്ഷരം എന്നുള്ള അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്നുള്ള 2 വാക്കറിയാതെ ധാരാളം മദ്യാസക്തരും അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇത് സേവനത്തിലൂടെ ഈ മെസ്സേജ് പുറത്തെത്തിച്ചേ മതിയാവുകയുള്ളൂ. സേവനത്തിന്റെ തുടക്കകാലത്ത് പറഞ്ഞു തന്ന പഴമക്കാരനൊക്കെ എന്നോട് പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി പ്ലെഡ്ജ് തിരിച്ചാണ് പറഞ്ഞത്. അതായത് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ എന്നുള്ള ആ പ്ലെഡ്ജ് എന്നോട് പറഞ്ഞു, ആരെങ്കിലും നിന്റെ വീടിന്റെ സമീപത്തോ നീ തൊഴിലെടുക്കുന്ന ഏരിയയുടെ സമീപത്തോ എവിടെയെങ്കിലും എന്നുള്ള 2 അക്ഷരം കേൾക്കാതെ അറിയാതെ, വരണമെന്നില്ലടോ എന്ന് പറഞ്ഞു, എന്നുള്ള 2 അക്ഷരം കേൾക്കാതെ അറിയാതെ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിന് ഉത്തരവാദി നീ എന്നാ. അവര് വരണമെന്നില്ല, അവർ അറ്റൻഡ് ചെയ്യണമെന്നില്ല, അവർ സുബോധമാവണമെന്നില്ല. പക്ഷെ അവരറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു പരിഹാരമുണ്ട് എന്നുള്ള കാര്യം. അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സേവനം. ഞാൻ അടുക്കും ചിട്ടയോടുകൂടി സർവീസ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും പറയുന്നതിനപ്പുറം ഒറ്റ വാക്കിൽ ഒതുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ആൽക്കോളിക്സ് അനോണിമസ് ആവശ്യപ്പെടുന്ന സേവനം. വേറൊന്നുമില്ല. എന്നുള്ള ഈ രക്ഷപ്പെടലിന്റെ മാർഗം മറ്റ് മദ്യാസക്തർക്കും സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്കിനും ലഭിക്കണം. പുസ്തകങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയാമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവനവൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റുള്ളവരെ അതിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൽ പകുതി പരിപാടി നടത്തി കഴിഞ്ഞാൽ എങ്ങനെ സുബോധമാവും? അവനവൻ മദ്യത്തിൽ നിന്ന് മാറി നിന്നാൽ മതി, ബാക്കിയുള്ള ജീവിതമൊക്കെ സുന്ദരമായിക്കോളും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവിടെ തെറ്റിയെന്നാ പറഞ്ഞു. അവനവൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലെ അംഗം ആണ് ഞാൻ പറഞ്ഞു, ഞാനൊരു അംഗം ആണ് എന്ന അഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ ഈ 2 പ്രവൃത്തി ഇട്ടേ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രക്ഷപ്പെടലിന്റെ കാതൽ എന്ന് പറയണമെങ്കിൽ അത് സത്യത്തിൽ ഈ 2 കാര്യങ്ങളിലും ഊന്നി നിൽക്കും. 12 പടി സ്വായത്തമാക്കിയത് കൊണ്ട് കാര്യമില്ല. 12 പാരമ്പര്യങ്ങളും കൂടെ ഞാൻ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ ഞാൻ ജീവിക്കേണ്ടിയിരിക്കുന്നു. 12 സങ്കല്പങ്ങൾ ലോകസേവനത്തിനായിട്ടുള്ളത് മനസ്സിലാക്കി ഞാൻ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടിയിരിക്കുന്നു. എൻ്റെ ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥ മാത്രം എനിക്ക് പോരാ, എൻ്റെ മാനസികമായിട്ടുള്ള സുബോധാവസ്ഥ എനിക്ക് വേണം. എൻ്റെ സ്പിരിച്വൽ ബാങ്ക്രപ്സി, എൻ്റെ ആത്മീയമായിട്ടുള്ള തകർച്ച എനിക്ക് പുനഃസ്ഥാപിക്കണം. എങ്കിൽ എനിക്ക് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടേ പറ്റുള്ളൂ. ഇതിലേർപ്പെടാതെ എവിടെയും മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സുബോധ തത്വങ്ങൾ പരിപാലിക്കപ്പെടുന്നില്ല
എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുടിക്കണില്ല എന്നുണ്ടാവും. പക്ഷെ ഇഷ്ടമാതിരി വിശേഷണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. പലരും പറയാറുണ്ട് ഞാൻ 12 പടികളിലൂടെ ജീവിക്കുന്നു, മീറ്റിങ്ങിലെല്ലാം പോകുന്നുണ്ട്, മറ്റു കാര്യം. എന്നിട്ട് ഞാനൊന്ന് സ്ലിപ്പായി പോയി. അങ്ങനെ ധാരാളം കേൾക്കാറുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിക്കണം. ഒരു വാക്ക് മാത്രം ഗ്രഹിച്ചാൽ പോരല്ലോ. അതിനടുത്തുള്ള വാക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചോ ഗ്രഹിച്ചോ എന്നുള്ളതാണ്. ഒരു 12നെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. 4 12 പറഞ്ഞിട്ടുണ്ട്. 12 പടി, 12 പാരമ്പര്യങ്ങൾ, 12 സങ്കല്പങ്ങൾ, 12 വാഗ്ദാനങ്ങൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അന്വേഷിക്കുന്നതും ഈ 12 വാഗ്ദാനങ്ങളാണെങ്കിൽ മറ്റു 3 12ഉം മറന്നുകൊണ്ട് ഒരിക്കലും 4മത്തെ 12 ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പടിപടിയായി ഇത് ചെയ്തു പോരാൻ നമുക്ക് കഴിയുന്നത്ര നമ്മളെ കയ്യിൽ എന്താണോ നമുക്ക് ദൈവം അനുഗ്രഹമായി തന്നിട്ടുള്ള അത് മുതലാക്കി, അതല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, അവർ സംസാരിക്കട്ടെ. ചിലർക്ക് നന്നായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും, അവർ കോർഡിനേറ്റ് ചെയ്യട്ടെ. ചിലർക്ക് നന്നായി കണക്ക് കൂട്ടാൻ അറിയാം, അവർ കണക്ക് കൂട്ടട്ടെ. ചിലർക്ക് നന്നായിട്ട് സൗഹൃദങ്ങൾ നിലനിർത്താനും അത് യോജിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ കഴിയും, അവരത് ചെയ്യട്ടെ. ഓരോ മദ്യാസക്തനും ഏതാണ് അയാളുടെ കഴിവ്, അയാളുടെ പ്രിയപ്പെട്ട മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ സേവനത്തിൽ പോണില്ല, എനിക്ക് കണക്കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് പോണില്ല, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ എന്നാ പറഞ്ഞു. നമ്മളെ കൊണ്ട് എന്താകും അത് ആൽക്കഹോളിക്സ് അനോണിമസിന് ആവശ്യം. അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്നും എവിടെയും സന്ദേശം എത്തിയിട്ടില്ല, വ്യാപകമായിട്ട് എത്തിയിട്ടില്ല. നമ്മൾ പറയും 1,00,000-ൽ പരം ഗ്രൂപ്പുകൾ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയും. അതിൽ 65,000-ൽ പരം ഗ്രൂപ്പുകൾ അമേരിക്കയിലാണ്. ബാക്കിയുള്ള ഗ്രൂപ്പുകളാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഒന്ന് ചിന്തിക്കാം. സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞതിന് ശേഷം 10-13 രാജ്യങ്ങളായിട്ട് ചെതറിയ റഷ്യ, അവിടെ 10ഓളം GS ഉണ്ട് ഓരോ രാജ്യത്ത്. 3 GS ഒന്നും ഇല്ലാത്ത രീതിയിൽ. ഈ 13 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു നാഷണൽ കൗൺസിൽ പോലെ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കപ്പെട്ടു ആൽക്കഹോളിക്സ് അനോണിമസ്. ഡൽഹിയിൽ നിന്ന് പോയ രവിദത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസിന്റെ പഴയ റൊട്ടേറ്റഡ് ഡെലിഗേറ്റ് ആണ് അത് അവിടെ പോയി ചെയ്തത്. അയാള് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ASO മറ്റു കാര്യങ്ങളിലൊക്കെ സ്ട്രക്ചറൊക്കെ സംസാരിക്കാനും ചോദിക്കാനും സംശയ നിവാരണം വരുത്താൻ അയാൾ സ്ഥിരമായിട്ട് ഞാനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ഫോൺ കോൾ അയാൾ വിളിക്കാറുണ്ട്. ഒരു പക്ഷെ മിസ് കോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും വിളിക്കാറുണ്ട്. ഒരു ഇന്റർനാഷണൽ കോളിന്റെ പൈസയാവും, ഒരു പ്രശ്നമില്ല, ഇന്ന് കൊടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോളിലൂടെ റഷ്യ എന്ന ആ ഒരു ഇത്രയും രാജ്യങ്ങൾ ചേർന്ന സ്ഥലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യാപനത്തിനായിട്ട് അല്ലെങ്കിൽ ആ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്കായിട്ടുള്ള ചർച്ചകൾ നടത്താനും ഒരളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങൾ, സർവീസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ പല രാജ്യങ്ങളിലും ഇന്നും ഓൺലൈനിലും മറ്റു രീതിയിലും ബന്ധപ്പെടാനും രണ്ട് വിശേഷം പറയാനും ഒക്കെ സാധിക്കുന്നു. അവരുടേതായിട്ടുള്ള ആ പ്രൊണൗൺസിയേഷനിലൊക്കെ ഒരു ഷാജി എന്ന് വിളിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിണറ്റിലെ തവളയായിരുന്നു ഞാൻ. ഈ കോഴിക്കോട് അങ്ങാടിയുടെ മൂലയിൽ പോലും 4 പട്ടഷാപ്പും പിന്നെ ബാക്കി പുറത്തൊക്കെ ഉള്ള 2-3 കള്ളുഷാപ്പിലും മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം ഇത്രയധികം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്റെ വർഗത്തിൽപ്പെട്ട
എന്റെ പഴമക്കാരൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ ഇവിടെ കടമെടുക്കുന്നത്. ഒരു വർഗബോധം വേണമെന്നായിരുന്നു. എന്റെ വർഗം ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ വർഗം ആൽക്കഹോളിക്സ് ആണ്. എന്റെ വർഗം മദ്യാസക്തരാണ്. അതിൽ കൂടിയ ആൽക്കഹോളിക്ക്, കുറഞ്ഞ ആൽക്കഹോളിക്ക്, തകർന്ന ആൽക്കഹോളിക്ക്, മോശപ്പെട്ട ആൽക്കഹോളിക്ക്, നല്ല ആൽക്കഹോളിക്ക്, അങ്ങനെ യാതൊരു വിഭജനവും ഇല്ല. എല്ലാവരും ആൽക്കഹോളിക്ക് തന്നെ. എന്തൊക്കെ ആൽക്കഹോളിക്കിനുണ്ടോ അത് എല്ലാവർക്കും ഉണ്ടാവും. അതെന്റെ വർഗമാണ്. ആ വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആ വർഗത്തെ സ്നേഹിക്കുക, ആ വർഗത്തിന്റെ ശരിക്കും പറഞ്ഞ വിസ്തൃതമായൊരു കണ്ണി വർദ്ധിക്കുമ്പോഴുള്ള സന്തോഷം കാണുക. ആരും ഒന്നും തന്നിട്ടില്ല, ഒരു ചായ പോലും തന്നിട്ടൊന്നുമല്ല. പക്ഷെ അതൊരു പ്രത്യേക സന്തോഷമായിട്ട്, പ്രത്യേക ഒരു അനുഭവമായിട്ട്, പ്രത്യേക ഒരു ആഘോഷമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആൽക്കഹോളിക്സ് അനോണിമസിൽ സേവന തലത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സുബോധം നഷ്ടപ്പെടും എന്നൊക്കെ ആരാ പറയാറുണ്ട്. അവിടെ അടിയും പിടിയും വഴക്കും ഒക്കെ നടക്കും. വി ആർ ഫ്രണ്ട്സ് ഇൻ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഏതെങ്കിലും പുണ്യാളച്ചന്റെ സ്ഥാപനത്തിൽ നിന്ന് ചാടി പോകുന്നതല്ല. നമ്മൾ തകരാറുകളുടെ അഴുക്കുചാലിൽ നിന്നും ഗട്ടറിൽ നിന്നൊക്കെ കയറി വന്നവരാണ്. നമ്മൾ തകരാറുകളുടെ സഞ്ചാരികളാണ്, കൂട്ടാളികളാണ്. തകരാറുകൾ ഇഷ്ടംമാതിരി ഉണ്ടാവും. മടി ഉണ്ടാവും, വഴക്കുണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും, പൊരിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. സുബോധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇതിലൊക്കെ ഏർപ്പെടുന്നത് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കടുത്ത പ്രതിരോധ ശക്തി കിട്ടും. പുറത്ത് ഒരു സ്ഥലത്തും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ അനങ്ങൂല. കാരണം മാക്സിമം പഠിക്കാനുള്ളൊരു കളരി ഇതിനുള്ളിൽ തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ പയറ്റി തെളിഞ്ഞു വരാം. മുൻകാലങ്ങളിൽ കുറച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇന്ന് എയുടെ ഷെയറിങ് അല്ലാതെ തന്നെ പൊതുവേദികളിൽ വളരെ ഭംഗിയായിട്ട് സംസാരിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. മറ്റു പല എയ്ക്ക് പുറത്തുള്ള സാമൂഹിക മേഖലകളിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പല നേതൃത്വങ്ങളും അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. അത് ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഇതിലൂടെ വന്നത് മാത്രം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ രീതിയിൽ വളർന്നു വന്നതിലൂടെ മാത്രമാണ്. വേറൊന്നും പുറത്തുനിന്ന് കിട്ടിയതല്ല, എല്ലാ അകത്തുനിന്ന് കിട്ടിയതാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരു മധ്യാസത്തിന് ഒരാൾക്കെങ്കിലും ഈ സൗജന്യമായിട്ട് ഈ സന്ദേശം ലഭിക്കണം എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു അതിശക്തിയില്ലാതെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് പറയുകയാണ്, അയാളെ സഹായിക്കാൻ അയാളുടെ കൂടെ ദൈവം ഉണ്ടാവും. അയാൾ ചിന്തിക്കാത്ത, അയാൾ സ്വപ്നം കാണാത്ത തലങ്ങളിലേക്ക് അയാളെ എടുത്തുയർത്തും. സത്യസന്ധമായിരിക്കണം എന്ന് മാത്രം. ഏത് സേവന പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും ഇത് ബിസിനസ് അല്ല, ഇതെന്തെങ്കിലും സ്വയം പ്രസിദ്ധിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനം പോലെ ഇത്രയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പരിപാടി വ്യക്തിപരമായിട്ട് പറഞ്ഞ എന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും സേവനത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനൊരു അവസരം ഇവിടെ കിട്ടി. അതിലൂടെ പറഞ്ഞതാണ്. വളരെ വിശദമായിട്ടുള്ള തലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഇതിവിടെ പറയാനും ഇങ്ങനെയൊക്കെ വരാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം, നന്ദിയുണ്ട്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. മാത്രമല്ല, ഞാനിത് കഴിഞ്ഞിട്ടൊന്ന് പോവും. കാരണം എനിക്ക് വെളുപ്പിന് വേറെ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഓൾറെഡി നമുക്ക് 12:15 നിങ്ങളുടെ ഒരു അനുവാദം ചോദിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവം സുബോധത്തിന്റെ നല്ല നാളുകൾ മാത്രം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.